A jet of water having a velocity of 20 meter per second strikes a curved vein which is moving with a velocity of 10 meter per second. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് jet of water having a velocity 20 meter per second. അപ്പം jet of water ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഗ്രീൻ കളറിൽ കാണുന്നതാണ് jet of water. ഇൻലെറ്റിന്റെ സൈഡിൽ ഗ്രീൻ കളറിൽ കാണുന്നതാണ് jet of water വെലോസിറ്റി, ദാറ്റ് ഈസ് v1. v1 എത്ര പറഞ്ഞിരിക്കുന്നത്? v1 is equal to 20 meter per second. Next statement എന്താ പറഞ്ഞിരിക്കുന്നത്? which is moving with a velocity of 10 meter per second. അപ്പം ഇൻലെറ്റ് സൈഡിലെ കാര്യമാണ് പറയുന്നത്. അപ്പം നമുക്ക് എഴുതാം ഇവിടെ u1 is equal to 10 meter per second. The jet makes an angle 20 degree with the direction of motion of wave at inlet. Jet makes an angle of 20 degree with the direction of motion of wave at inlet. Jet makes an angle എന്ന് പറയുമ്പോൾ jet v1 ആണ്. v1 makes an angle എന്ന് പറയുമ്പോൾ ആൽഫ ആംഗിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫ is equal to 20 degree. And leaves at an angle of 130 degree. Leaves at an angle of 130 degree. ഇവിടെ നിങ്ങൾക്ക് കാണാം ലീവ്സ് അറ്റ് ആൻ ആംഗിൾ എന്ന് പറയുമ്പോൾ ഔട്ട്ലെറ്റ് സൈഡിൽ നോക്കുക, v2 ആണ് ലീവിങ് വെലോസിറ്റി, അതാണ് ലീവിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 130 എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. ഞാൻ ഇവിടെ ജസ്റ്റ് വരയ്ക്കുവാണ്, യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാം. ഇത് 130 എന്നാണ് കൊടുത്തത്. ഓക്കെ, 130. ഇത് 130 ആണെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? ബീറ്റ രണ്ടാമത്തെ വെലോസിറ്റി ട്രയാംഗിൾ നോക്കുക, അതിൽ 130 എന്ന് പറയുന്ന ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫിഫ്റ്റി, അതായത് 180 മൈനസ് 130. ഓക്കെ, ബീറ്റ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി. ഇനി നമുക്കറിയാം ഈ ഒരു പ്രോബ്ലമിൽ u1 is equal to u2 is equal to u is equal to 10 meter per second ആണ്. അതേപോലെ തന്നെ vr1 is equal to vr2 ആണ്. ഇനി നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് with the given data? vf1 കണ്ടുപിടിക്കാൻ പറ്റുമോ? vf1 v1 നമുക്കറിയാം, v1 തന്നിട്ടുണ്ട് 20 ആണ്, ആൽഫ എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 20 ഡിഗ്രി ആണ്. അപ്പൊ അതിൽ നിന്ന് vf1 കണ്ടുപിടിക്കാം അല്ലെ. vf1 എന്ന് പറഞ്ഞാൽ v1 sin ആൽഫ, vf1 is equal to v1 sin ആൽഫ, that is sin 20. എത്ര കിട്ടിയെന്ന് നോക്കി. ഈ ട്രയാങ്കിൾ നോക്കിയേ, ട്രയാങ്കിൾ എ ബി ഡി. ഓക്കെ, ഈ ട്രയാങ്കിൾ എ ബി ഡിയില് vf1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ അടുത്ത് v1 ഉണ്ട്. അപ്പം സൈൻ ആൽഫ, അതായത് സൈൻ ആൽഫ is equal to vd. സൈൻ ആൽഫ is equal to vd divided by ab. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ.
അപ്പൊ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി ഡി കണ്ടുപിടിക്കണം. ബി ഡി ആണല്ലോ നമ്മുടെ VF1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബി ഡി ഈസ് VF1, എ ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? V1. ഓക്കെ, ക്ലിയർ ആണോ? V1 എത്ര അല്ലയോ? ഓക്കെ, VF1 എത്ര കിട്ടി? ഇതേപോലെ VW1 കണ്ടുപിടിക്കുക. (6.84 meter per second). അതേപോലെ VW1. VW1 നമുക്ക് ഇതേപോലെ എഴുതാം. cos ആൽഫ വരും അവിടെ. ഓക്കെ, cos ആൽഫ വെച്ചിട്ട് VW1 നമുക്ക് എഴുതാം. cos ആൽഫ is equal to adjacent upon hypotenuse. adjacent എന്ന് പറഞ്ഞാൽ AD divided by AB. AD എന്ന് പറഞ്ഞാൽ VW1, AB എന്ന് പറഞ്ഞാൽ V1. (30) 18.794 meter per second. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ ABD യിലേക്ക് വരും. ട്രയാങ്കിൾ ABD, ട്രയാങ്കിൾ ABD. tan theta. tan theta നെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? tan theta is equal to BD by CD. BD by CD. ഓക്കെ, BD എന്ന് പറഞ്ഞാൽ VF1 ഡിവൈഡ് ബൈ CD എന്ന് പറഞ്ഞാൽ CD നെ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? AD മൈനസ് AC. AD മൈനസ് ട്രയാങ്കിൾ ABD. മൊത്തത്തിലുള്ള ട്രയാങ്കിൾ നമ്മൾ നോക്കുന്നത്, അതിൽ tan തീറ്റ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ BCD തന്നെ ABD-നകത്തും വരുമല്ലോ. ഇപ്പൊ തൽക്കാലം BCD നോക്കിയോ, പക്ഷെ മൊത്തത്തിലുള്ള ട്രയാങ്കിൾ ആണ് നമ്മൾ ഫസ്റ്റ് കേസിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് ബേസ്ഡ് ഓൺ ട്രയാങ്കിൾ BCD ആണ്. ഓക്കെ, അതാണ് tan theta is equal to BD by CD. BD എന്ന് പറഞ്ഞാൽ VF1, CD എന്ന് പറഞ്ഞാൽ AD മൈനസ് AC. ഞാൻ അങ്ങനെ ABD എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ AD യും AC യും എല്ലാം വരും. അതുകൊണ്ടാണ് ഞാൻ ABD എന്ന് എഴുതിയത്. AD മൈനസ് AC. VF1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. VF1 എത്രയാ? 6.84. AD എത്രയാ? AD എന്ന് പറഞ്ഞാൽ VW1 ആണ്. അത് നമ്മുടെ അടുത്തുണ്ടാവും, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 18.794. AC U1. AC എന്ന് പറഞ്ഞാൽ U1 ആണ്. U1 നമുക്കറിയാം 10 ആണ്. ഓക്കെ, ഇത് എത്ര കിട്ടിയെന്ന് നോക്കിയേ. ഇതിൽ തീറ്റ കണ്ടുപിടിക്കേ. അതെ, 37.5
875 ഡിഗ്രി കിട്ടും തീറ്റ. ഇനി അടുത്തത് സൈൻ തീറ്റ. സൈൻ തീറ്റ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു VF1 ബൈ VR1. അതിൽ നമുക്ക് VR1 കണ്ടുപിടിക്കാം. ഓക്കെ, സൈൻ തീറ്റ നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പൊ ഇനി നമുക്ക് VR1ലേക്ക് പോകാം. അടുത്ത പേജിലേക്ക് പോവാണ്. സൈൻ തീറ്റ is equal to VF1 divided by VR1. Okay, implies VR1 എത്രയാണ്? VF1 നമുക്ക് 6.84 കിട്ടിയായിരുന്നു. സൈൻ തീറ്റ 37.875 ആയിരുന്നു. ഇവിടെ 11.1 37.875. ഇവിടെ നമുക്ക് 11.13 സൈൻ തീറ്റ കിട്ടി. ഇനി ഇതിന്ന് നമുക്ക് VR1 കിട്ടി. ഇത് VR1 ആകുമ്പോൾ ഇവിടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് നമുക്കറിയാം VR2 is equal to VR1 is equal to 11.13 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതേപോലെ തന്നെ ട്രയാങ്കിൾ EFG എടുക്കുക. ട്രയാങ്കിൾ EFG ഓക്കെ, അതില് EFG എന്ന് പറയുന്ന ട്രയാങ്കിളില് സൈൻ റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയേ. ട്രയാങ്കിൾ EFGയില് സൈൻ റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയേ. അതിൽ നമ്മുടെ ഉദ്ദേശം പൈ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പൈ ട്രയാങ്കിൾ EFG വെച്ച് കാൽക്കുലേറ്റ് പൈ.